ബ്ലോക്ക്ബസ്റ്റർ ഒരുപാട് കാലത്തിന് ശേഷം നല്ലൊരു സൂര്യപടം. അടിപൊളി, ഒരു രക്ഷയില്ല. ആളെ പത്ത ഡമ്മി പിശാർക്ക് ഭയങ്കരമാണ് ആളാർക്കേടാ. ഇനി അങ്ങോട്ട് അണ്ണന്റെ കാലഘട്ടം. ഹിറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യയുടെ ഇതുപോലത്തെ ഒരു പടം കണ്ടിട്ട് കുറഞ്ഞതൊരു 10 കൊല്ലാവും. ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പമ്പ ഹിറ്റാണ്. കാർത്തിക് സുബ്രാജിന്റെ സംവിധാനത്തിൽ സൂര്യയുടെ റെട്രോ കണ്ടിറങ്ങിയ ആദ്യ പ്രേക്ഷകരോട് നമുക്ക് റിവ്യൂ ചോദിച്ചു നോക്കാം. കമോൺ. പടം ഹിറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യയുടെ ഇതുപോലത്തെ ഒരു പടം കണ്ടിട്ട് കുറഞ്ഞതൊരു 10 കൊല്ലാവും. ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പമ്പ ഹിറ്റാണ്. പടം കാർത്തിക് സുബ്രാജ് എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ്, മസ്റ്റ് പടമാണ്. സൂര്യയുടെ കമ്പാക്ക് അല്ല, അതിനപ്പുറം എന്റെ അമ്മ കിടിലൻ പടം. ബ്ലോക്ക്ബസ്റ്റർ അടിപൊളി, ഒരു രക്ഷയില്ല. തിരിച്ച് അണ്ണ വന്നിട്ടുണ്ട്. സൂര്യയുടെ കമ്പാക്ക് ആണ്. പിന്നെ അല്ലാതെ കൺബാക്കാണ്. ഇനി അങ്ങോട്ട് അണ്ണന്റെ കാലഘട്ടം. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. കിട്ടില്ല പടം, അടിപൊളി. പ്രതീക്ഷ വന്ന പടം പ്രതീക്ഷ പോലെ തന്നെ ഉണ്ട്. ഒന്നും പറയേണ്ട ആവശ്യമില്ല, ആളെ പേര് മാത്രം പറഞ്ഞാൽ പോരെ. പിന്നെ കാർത്തിക്, അയാളെ പേര് മാത്രം പറയാൻ ഒരു രക്ഷയില്ല. ഡയറക്ഷൻ ആയാലും എല്ലാം ഒളിച്ചള സെറ്റാണ്. കാര്യം ഇതുവരെ കണ്ട പടത്തിനെ പറ്റിയൊക്കെ നല്ല വൈബാണ്. ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ലാസ്റ്റ് നിമിഷം വരെയും കണ്ടിരിക്കാം. ഒരു ഇഷ്യൂ 13 വർഷത്തെ കാത്തിരിപ്പാണ്. 13 വർഷത്തെ ഇപ്പൊ മറ്റേ സർപ്പട്ട പരമ്പരയിൽ ഒരു മെയിമിടാൻ വേണ്ടിട്ട് പോവുകയാണ്. പടം അടിപൊളി ബ്രോ, ഒന്നും പറയാനില്ല. മ്യൂസിക്, BGM, അടി എല്ലാം, കോമഡി എല്ലാം ഉണ്ട് പടത്തില്. സൂപ്പർ. കുറെ കാലത്തിന് ശേഷം സൂര്യയുടെ ഒരു നല്ലൊരു പടം കാണാൻ പറ്റി. ആ ഗെറ്റ് പിടിച്ചാണ് സൂര്യയുടെ ഗെറ്റ് പിടിച്ചു. അതെ. അപ്പോൾ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു പടം. ഒരു വർഷങ്ങൾക്ക് ശേഷം സൂര്യയുടെ ഒരു സൂപ്പർ ഹിറ്റ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു ക്ലാസിക് പടം. അതിൽ പിന്നെ അതിൻ്റെ കഥ ഞാൻ സ്പോയിലറായിട്ട് പറയുന്നില്ല, എന്നാലും തൊഴിലാളി ദിനത്തിന് ഒരു മെസ്സേജും കൂടെ കൊടുക്കുന്ന രീതിയിലാണ് പടം കൊണ്ട് അവസാനിപ്പിച്ചേക്കുന്നത്. അപ്പോൾ കാണാൻ പോകുന്നവർക്ക് എല്ലാവർക്കും നല്ലൊരു ഇത് പറയട്ടെ. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സൂര്യയുടെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഒരു ഫാൻ എന്നുള്ളതിൽ 100% ഹാപ്പിയാണ്. അതുപോലെ തന്നെ പടം ഒരു ക്ലാസിക് പടമാണ്. ആരും ഭയങ്കര മാസ് പ്രതീക്ഷ ഒരിക്കലും വരരുത്. ഒരു ക്ലാസിക് പടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ്. ചിലർക്ക് അത് കണക്ട് ചെയ്തിട്ട് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അതിന് കണ്ടാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് പടമാണ്. ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രമേ കുറച്ചൊക്കെ മനസ്സിലാവൂ. നല്ല പടം, അടിപൊളി. കുഴപ്പമില്ല, കൊള്ളാം. കണ്ടോണ്ടിരിക്കുക, നല്ല കോമഡി, നല്ല പടം. ഒരു കംബാക്ക് ആവും. പിന്നെ സാധാരണ പ്രേക്ഷകരിൽ എത്രത്തോളം കണക്ട് ആവുമെന്ന് വേണം കണ്ടറിയാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നല്ല പടം. കാർത്തിക് സുബ്രാജ് പടം എന്ന് പറയുമ്പോൾ ഒരു ഫൈറ്റ്, മാസ് അതൊക്കെയാണ്. പുള്ളി ലവ് സ്റ്റോറി ചെയ്യുന്നത് പറഞ്ഞിരുന്നത് എങ്ങനെ? ലവ് സ്റ്റോറി ഉണ്ട്, ഇത് മാസം ഉണ്ട്, എല്ലാം ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ട്, കൊള്ളാം പടം, നൈസായിട്ടുണ്ട്. ഇത് ഫ്രണ്ട്സിനൊക്കെ ഷുവറായിട്ട് റെക്കമെൻഡ് ചെയ്യും. പക്ഷേ ഈ ഫാമിലി ഓഡിയൻസ് അവരിൽ എത്രത്തോളം ഇതാവും വേണം കണ്ടറിയാൻ. അവരെ കയ്യിലല്ലേ വിജയം. ഫാമിലി ഓഡിയൻസ് തമിഴ് പടം എന്ന രീതിയിൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. തമിഴ് പടം എന്ന രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കുറെ പേര് ഈ പേട്ടയും മഹാനൊക്കെ ഭയങ്കരമായിട്ട് അതുപോലെ പ്രതീക്ഷ പറഞ്ഞവർക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് കണ്ടെന്ന് അറിയണം. എനിക്ക് ഓക്കെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിച്ചു ഇതുപോലെ ഒരു സൂര്യ കാണാൻ. അത് എനിക്ക് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്.